ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ 9x² minus 6b² x minus a raised to 4 minus b raised to 4 is equal to 0. Find the value of x. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എൻ്റെ x² ടൈം ഇതാണ്, അതുപോലെ എക്സിൻ്റെ ടൈം ഇത് കോൺസ്റ്റൻറ്റ് ടൈം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ a raised to 4 minus b raised to 4 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ a² raised to 2 minus b² raised to 2 എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഏതാണ് a² minus b² എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയുടെ ഫോർമുല, അതായത് a plus b into a minus b. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a² plus b² into a² minus b² എന്ന് എഴുതാം. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ 6b² x minus 6b² x നമുക്ക് എങ്ങനെ എഴുതാം? minus 3b² x minus 3b² x അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം നമ്മുടെ ഇക്വേഷനെ ഞാൻ മാറ്റി എഴുതാൻ പോകണം. അപ്പോൾ എന്തായിട്ട് വരും? 9x² minus 3b² x minus 3b² x minus a raised to 4 minus b raised to 4 നെ a² plus b² into a² minus b² equal to 0 എന്നാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ minus 3b² x minus 3b² x അതിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് വെച്ചാൽ minus 6b² x ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പ്ലസ് 3a² x മൈനസ് 3a² x കൂടെ ഇതിൻ്റെ കൂടെ ഈ ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതായത് പ്ലസ് 3a² x മൈനസ് 3. അപ്പം ഇതെങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു 5 plus 7 എന്ന് പറഞ്ഞാൽ 5 plus 7ൻ്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ 5 plus 7 minus 3 plus 3 ചെയ്യാന്ന് കേട്ടെ. അപ്പം എത്ര വരുന്നത്? 5 plus 7 minus 3 എന്ന് പറയുമ്പോഴത്തേക്കും 9 വരും. അതിൻ്റെ കൂടെ 3 കഴിയുമ്പോൾ വീണ്ടും 12 തന്നെ വരും. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വാല്യൂ 12 തന്നെയാണ്. -3 +3 ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എഫക്റ്റീവ് ഇതിൻ്റെ വാല്യൂ വെച്ചത് 0 ആയിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം -3 +3 ചെയ്യുമ്പം ഈ 5 plus 7ൻ്റെ അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ, അതായത് ഈ കാണുന്ന ഇക്വേഷനിൽ പ്ലസ് 3a² x മൈനസ് 3a² x കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ വീണ്ടും റീറൈറ്റ് ചെയ്യാണ്. 9x² മൈനസ് 3a² x a² x മൈനസ് 3b² x മൈനസ് ഇവിടെ തന്നെ പ്ലസ് അല്ലേ, പ്ലസ് 3a² x മൈനസ് 3b² x മൈനസ് a² പ്ലസ് b² ഇൻറ്റു a² മൈനസ് b² ഈക്വൽ ടു 0. അപ്പം ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് 3a² x ഇവിടെ ചേർത്തു, പ്ലസ് 3a² x ഇതിൻ്റെ കൂടെ ചേർത്തു. ആക്ച്വലി ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. ഓക്കെ, ഇത് ശരിക്കും ഒരുമിച്ച് എഴുതിയാൽ മതി. പക്ഷേ ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടായിട്ട് ഈ മൈനസിൻ്റെ കൂടെ -3a² x ഇതിൻ്റെ കൂടെ പ്ലസ് 3a² x കൂടെ അങ്ങനെ അതിൻ്റെ കൂടെ ഗ്രൂപ്പാക്കി വെച്ചു. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ 3 അതായത് 3x കോമൺ ആണ്. ഇവിടെ
3x കോമൺ ആണ്. അപ്പോൾ ഞാൻ ആ 3x അതിൻ്റെ അത് കോമൺ ആയിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും 9x². ഇവിടെ ഞാൻ -3x ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. -3x ഇൻറ്റു a² പ്ലസ് b². ഇവിടെ എന്താണ്? ഇവിടെ 3x കോമൺ ആണ്. അപ്പോൾ ഞാൻ 3x എടുക്കുകയാണ്. 3x എടുക്കുമ്പോഴത്തേക്കും പ്ലസ് 3x ഇൻറ്റു a² മൈനസ് b². നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ അതിന് തിരിച്ച് കിട്ടും. 3x ഇൻറ്റു a² മൈനസ് 3a²x, 3x ഇൻറ്റു b² മൈനസ് 3b²x. അതുപോലെ തന്നെ 3a², അതായത് 3x ഇൻറ്റു a² പ്ലസ് 3a²x. അതുപോലെ 3x ഇൻറ്റു മൈനസ് b² മൈനസ് 3b²x. ഇതെന്താവും? മൈനസ് a² പ്ലസ് b² ഇൻറ്റു a² മൈനസ് b² ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടം വരെ. ഇനി നമ്മൾ ഇതിന് 2 ടേം എടുത്തിരിക്കുക. വീണ്ടും ഇതൊരു ടേം, അതുപോലെ ഇവിടം മുതൽ ഇവിടം വരെ അടുത്ത ടേം. അപ്പം ഈ ഫസ്റ്റ് ടേമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? 3x കോമൺ ആണ്. ഈ ആദ്യത്തെ ടേമിൽ നോക്കുക 3x ഞാൻ കോമൺ ആയിട്ട് എടുക്കുക. 3x. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? 3x മൈനസ് a² പ്ലസ് b². ഓക്കെ. ഇനി ഇവിടെ നോക്കി രണ്ടാമത്തെ ടേമിൽ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? a² മൈനസ് b² ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് കോമൺ ആയിട്ട് എടുക്കുകയാണ്. പ്ലസ് a² മൈനസ് b². ഇവിടെ ബാക്കി എന്തുണ്ട്? 3x മൈനസ് a² പ്ലസ് b² ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ? അതായത് ഈ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ടേമിൽ നിന്ന് 3x കോമൺ ആയിട്ട് എടുത്തു. 3x കോമൺ ആയപ്പോൾ 9x ൽ നിന്ന് 3x പോയി കഴിഞ്ഞാൽ 3x. അതുപോലെ 3x ഇൻറ്റു a² പ്ലസ് b² നിന്ന് 3x പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മൈനസ് a² പ്ലസ് b². സിമിലർലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ a² മൈനസ് b² 2 ടേമിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ a² മൈനസ് b² കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ റിമൈനിങ് എന്തുണ്ട്? 3x ഉണ്ട് മൈനസ് a² പ്ലസ് b². ഇനി നമ്മൾ വീണ്ടും നോക്കുക. വീണ്ടും നോക്കുമ്പോൾ എന്താണ്? ഈ ടേമിൽ അടുത്ത ടേം ഇതാണ്. ഈ 2 ടേമുകളാണ്. ഈ ടേമിൽ എന്താണ് കോമൺ? ഈ 2 ടേമുകൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ 2 ടേമിലും കോമൺ ആയിട്ട് വരുന്നത് 3x മൈനസ് a² പ്ലസ് b². ഇവിടെ 3x മൈനസ് a² പ്ലസ് b² കോമൺ ആണ്. അപ്പം അതിന് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അതിന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ട്? അപ്പോൾ 3x മൈനസ് a² പ്ലസ് b² അത് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് ടൈമിൽ അത് പോയി കഴിഞ്ഞാൽ ഇതെന്ത് ബാക്കി എന്തുണ്ട്? 3x. ഇവിടെ 3x മൈനസ് a² പ്ലസ് b² പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? പ്ലസ് a² മൈനസ് b² പ്ലസ് a² മൈനസ് b² ഈക്വൽ ടു 0. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3x മൈനസ് a² പ്ലസ് b² ഈക്വൽ ടു 0യും അതുപോലെ എന്താണ്? 3x പ്ലസ് a² മൈനസ് b² ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x ഈക്വൽ ടു a² പ്ലസ് b². x is equal to a² plus b² divided by 3. അതുപോലെ 3x equal to minus a² minus b². x is equal to minus a² minus b² divided by 3. ഇപ്പോൾ 2 ഇക്വേഷൻസിൻ്റെ 2 സൊല്യൂഷൻ കിട്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.